മക്കളെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസിലെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ആംഗിൾ എക്സ് where AB parallel to CD. ഇവിടെ എന്താണ് AB? എന്താണ് AB എന്ന് പറയുന്ന ലൈന് CD ആയിട്ട് പാരലൽ ആണ്, സമാന്തരമാണ്. ദെൻ നമ്മളോട് ഏതാ കാണാൻ പറഞ്ഞത്? നമ്മളോട് ഈ എക്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയായിരിക്കും ഇവിടെ കാണാ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നീട്ടി വരച്ചു നോക്കാം അല്ലെ. നമുക്കൊന്ന് നീട്ടി വരച്ചു നോക്കാം. ഓക്കെ, ഈ ഒരു ലൈൻ നമുക്ക് നീട്ടി വരച്ചു, AB എന്ന് പറയുന്ന ലൈന്. അതുപോലെ തന്നെ എന്താക്കി നമ്മൾ ഈ ഒരു CD എന്ന് പറയുന്ന ലൈനും എന്ത് ചെയ്തു? നീട്ടി വരച്ചു. ഓക്കെ, CD എന്ന് പറയുന്ന ലൈനും നമ്മൾ എന്ത് ചെയ്തു? നീട്ടി വരച്ചു. ഇത് രണ്ടും എന്താന്നാ പറഞ്ഞത്? പാരലൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പാരലൽ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു ലൈൻ നോക്ക്, ഈ ഒരു ലൈനെ നീട്ടി വരച്ചാൽ എന്താ കിട്ടുക? ഇതെന്താണ്? ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ AB-യെയും CD-യെയും മുറിച്ച് കിടക്കുന്ന അല്ലെ, ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സ്ലാൻഡിങ് ലൈനാണ്, ചെരിഞ്ഞ വരയാണ്. ഇത് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടോ? രണ്ട് പാരലൽ ലൈൻസിനെ, രണ്ട് സമാന്തര വരകളെ ഒരു സ്ലാൻഡിങ് ലൈന്, ഒരു ചെരിഞ്ഞ വര മുറിച്ച് കിടക്കുന്ന സമയത്ത് എന്താണ് അവിടെ എത്ര കോണുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു? 8 കോണുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു അല്ലെ. 8 കോണുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇത് 40 ആണെങ്കിൽ, ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കുംടാ? ഇത് എത്രയായിരിക്കും? അതെത്രയായിരിക്കും? നമുക്കറിയാം ഈ ഒരു ആംഗിളും എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ മറു കോണുകളാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയാം? മറുകോണുകൾ അല്ലെ. മറുകോണുകൾ എന്താണ്? മറുകോണുകൾ എന്തായിരിക്കും? തുല്യമാണ് അല്ലെ, തുല്യമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എക്സ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എക്സ് എന്താണ്? 40 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ദ ഫിഗർ ബിലോ PQ and RS are parallel. Calculate all other angles in the figure. ചിത്രത്തിൽ PQ-വും RS-ഉം സമാന്തരമാണ്, ചിത്രത്തിലെ മറ്റു കോണുകൾ കണക്കാക്കുക. അപ്പൊ ആരൊക്കെയാണ് സമാന്തരമായിട്ടുള്ളത്? നമ്മൾ PQ-വും RS-ഉം എന്താടാ? സമാന്തരമാണ്. ഓക്കെ, PQ-വും RS-ഉം സമാന്തരമാണ്. ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ഇത് എത്രയാണ്? P എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ് തന്നിട്ടുണ്ട് അല്ലെ. P എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? 60 ആണ്. അതുപോലെ Q എന്താണ്? 40 ആണ് അല്ലെ. നമ്മളോട് ഏതാ കാണാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ അതർ ആംഗിൾസ്. എല്ലാ ആംഗിൾസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടുമോ? ഒന്ന് നോക്കി നോക്കാം അല്ലെ. ഇവിടെ നോക്ക്, ഇത് 60-ഉം ഇത് 40-ഉം ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഈ ഒരു കോൺ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ത്രികോണത്തിൽ, ഒരു ട്രയാങ്കിളിൽ എത്ര കോണുകൾ ഉണ്ട്? 3 കോണുകൾ ഉണ്ട് അല്ലെ. ആ കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് 60-ഉം ഇത് 40-ഉം ആണെങ്കിൽ അത് എത്രയായിരിക്കും? 60-ഉം 40-ഉം കൂട്ടിയാൽ 100 കിട്ടും അല്ലെ. 100ലേക്ക് 80-ഉം കൂടി കൂട്ടിയാലേ നമുക്ക് എത്ര കിട്ടൂടാ? 180 ആവുള്ളൂ. അപ്പൊ ഇത് 60-ഉം ഇത് 40-ഉം ആണ്. ഇത് എത്രയായിരിക്കും? ഇത് 80 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാ കിട്ടിയേ? 180 മൈനസ് 60 പ്ലസ് 40 ചെയ്തപ്പോഴാണ് നമുക്ക് അത് കിട്ടിയത് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. അത് നോക്ക്, 2 ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. നോക്ക്, 2 ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 ആംഗിൾ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 ആംഗിൾ കണ്ടു. ഇനി എത്ര ആംഗിൾസ് ബാക്കിയുണ്ട്? 2 ആംഗിൾസ് കൂടി ബാക്കിയുണ്ട് അല്ലെ കാണാന്. അതെങ്ങനെയായിരിക്കും കാണാ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നീട്ടി വരയ്ക്കാൻ പോവാ ഇതിനൊക്കെ. നോക്ക്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ നോക്ക്, ഇതൊരു പാരലൽ ലൈൻ ആണ് അല്ലെ. ഇതൊരു പാരലൽ ലൈൻ ആണ്. ഇതും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് PQ-വും RS-ഉം എന്താടാ? പാരലൽ ആണ്. ദെൻ PQ-നെയും RS-നെയും മുറിച്ച് കിടക്കുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ അല്ലടാ ഇത് അല്ലെ. PQ-നെയും RS-നെയും മുറിച്ച് കിടക്കുന്ന ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ ആണിത്. അപ്പൊ നോക്ക്, അപ്പൊ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നോക്ക്, നമ്മൾ 2 പാരലൽ ലൈൻസ് ഉണ്ട്. ആ പാരലൽ ലൈൻസിന് ഒരു സ്ലാൻഡിങ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു. അവിടെ ഈ ഒരു കോൺ എത്രയാന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഏതാണ്? നമ്മളോട് ചോദിച്ചത് ഈ കോൺ എത്രയാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നമുക്കറിയാം അല്ലെ, ഇത് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇതും 60 ഡിഗ്രി ആയിരിക്കും.
ഓക്കെ, ഇതും 60 ഡിഗ്രി ആയിരിക്കും. ദെൻ അടുത്ത കോൺ എങ്ങനെയായിരിക്കും കാണാ? ദെൻ നോക്കിയേ, ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻസിന് എന്ത് ചെയ്യുന്നു? ആ പാരലൽ ലൈൻസിനെ നമ്മൾ ഒരു സ്ലാൻഡിങ് ലൈൻ അല്ലേ യെല്ലോ കൊടുക്കാം. നോക്കിയേ, ഈ ഒരു സ്ലാൻഡിങ് ലൈൻ ഇന്റർസെക്ട് ചെയ്യാണ്. നോക്ക്, ഈ യെല്ലോ സ്ലാൻഡിങ് ലൈൻ ഇന്റർസെക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഇത് 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇത് എത്രയായിരിക്കുംടാ? ഇത് എത്രയായിരിക്കും? നോക്ക്, ഈ ചിത്രം എങ്ങനെയാ വരുന്നത്? രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. അതിനെങ്ങനെയാണ്? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 40 ഡിഗ്രി ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ദെൻ എത്രയാ ചോദിച്ചത്? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇത് എത്രയാന്നാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെന്താടാ? അതെന്ന് പറഞ്ഞാൽ എന്താടാ? അതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് അല്ലെ. അത് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? മറുകോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഇത് എത്രയായിരിക്കടാ? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പൊ 4 കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഓക്കെ, ഫൈൻഡ് എക്സ് എ ബി പാരലൽ ടു സി ഡി. എ ബിയും സി ഡിയും പാരലൽ ആണ്. ഓക്കെ, എ ബിയും സി ഡിയും പാരലൽ ആണ്. നമ്മളോട് എക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കും കാണാ? ഇങ്ങനത്തെ ചിത്രത്തിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നീട്ടി വരച്ചു നോക്കിയാൽ മതി ഇതിനെ. അപ്പൊ സെറ്റാടാ. നോക്ക്, ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലെ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ദെൻ മുകളിൽ ഒരു ലൈൻ ഉണ്ട്. അതെന്താന്നാ പറഞ്ഞത്? ഇത് രണ്ടും പാരലൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നോക്കിയേ, ഈ ഒരു ലൈന് ഇത് നോക്ക്, ഇത് ഇവിടെ ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചു നോക്കുന്നു. നോക്കി, എ ബിക്കും സി ഡിക്കും പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ലൈന് വരച്ചു. നോക്കി, എ ബിക്കും സി ഡിക്കും പാരലൽ ആയിട്ട് നടുവിലൂടെ ഒരു ലൈന് വരച്ചു. ഓക്കെ, നടുവിലൂടെ ഒരു ലൈന് വരച്ചു. ദെൻ നോക്ക്, ഈ രണ്ട് ലൈനിനെ മുറിച്ചു കിടക്കുന്ന ഒരു ലൈനല്ലേ ഇത്? ഒരു കുഞ്ഞു ലൈനല്ലേ ഇത് അല്ലേ? അപ്പൊ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കടാ? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇത് 28 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കടാ? അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ. അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് 28 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇത് മറുകോണല്ലേ. അത് എത്രയായിരിക്കും? ഇതും 28 ഡിഗ്രി ആയിരിക്കും അല്ലേ. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കേ, ഈ രണ്ട് ലൈൻസിനെ മുറിച്ച് കിടക്കുന്ന ഒരു ചെറിയ ലൈൻ അല്ലടാ ഇത് എന്ന് പറയുന്നത് അല്ലേ. ചെറിയ ലൈൻ അല്ലേ. അപ്പൊ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇത് 38 ആണെങ്കിൽ ഇതും 38 ഡിഗ്രി ആയിരിക്കും അല്ലേ. ബിക്കോസ് എന്താണ്? അതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് അല്ലെ. അതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പൊ രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ നമ്മൾ അവിടെ കണ്ടു അല്ലെ. ഒന്ന് 28 ആണ്, ഒന്ന് 38 ആണ്. ഇത്ര വരെ 28 ആണ്, ഇത്ര വരെ 38 ആണ്. അപ്പൊ എക്സ് എത്രയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 28 പ്ലസ് 38 ആയിരിക്കും. അതായത് എത്രയാണ്? 66 ഡിഗ്രി ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് അല്ലേ? ഈ 3 ക്വസ്റ്റ്യൻസ് മക്കൾ എന്തായാലും മറന്നു പോവാണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? മക്കൾ മറന്നു പോകാണ്ട് അടിപൊളിയായിട്ട് ഇത് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.